ഇതിലൊരു മഞ്ജു സുബ്രഹ്മണ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോകുമോ? എക്സ് മേയർ കാരണം ജോലി പോയ KSRTC ഡ്രൈവറിന് ജോലി കൊടുക്കുമോ? അതായത് കുടിവെള്ളം എത്തിക്കുന്നതിന് നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി, കോർപ്പറേഷൻ ഒരു ലൈൻ മുഴുവനായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്കറിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. ഇതിപ്പോൾ അവിടുത്തെ കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ശിവൻകുട്ടി മന്ത്രിയോട് പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട് പരസ്യ സംവാദം നടത്താൻ ആഗ്രഹിക്കുന്നു. വേക്കൻസി വരുന്നതനുസരിച്ച് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് ഇന്റർവ്യൂ നടക്കുമ്പോഴേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടാൻ അർഹതയുള്ള എല്ലാവർക്കും ജോലി കിട്ടും. തിരുവനന്തപുരം സിറ്റി അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തുന്നത്. ഈ കഴിഞ്ഞ 45 വർഷമായി CPM സ്വാധീനിച്ച് ചുളിയിൽ വാടകയ്ക്ക് കൊടുത്ത ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ കണ്ണായ സ്ഥലങ്ങളിൽ ദീർഘകാലമായി അവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒഴിപ്പിക്കുമോ? ഹോട്ടൽ ഉടമകളുടെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അതിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പറയും. വീടുകളിൽ നിന്നും ഈ നാപ്കിൻ, പാമ്പേഴ്സ് ഇവ മാറ്റാനുള്ളൊരു ഇതും കൂടെ കൊണ്ടുവരണമെന്ന് ഇവിടെ നമ്മളെ കേരള രാഷ്ട്രീയം എന്ന ചാനലിൽ ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് ചോദ്യങ്ങൾ മേയറോട് ചോദിക്കണം എന്ന് പറഞ്ഞ ഒരുപാട് പേര് എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 45 വർഷമായി CPM സ്വാധീനിച്ച് ചുളിയിൽ വാടകയ്ക്ക് കൊടുത്ത ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ കണ്ണായ സ്ഥലങ്ങളിൽ ദീർഘകാലമായി അവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒഴിപ്പിക്കുമോ? അക്കാര്യങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ പലതരത്തിലാണ് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ചിലത് 1 വർഷത്തേക്കാണ് കാലാവധി, ചിലത് 2 വർഷത്തേക്ക്, ചിലത് 3 വർഷത്തേക്ക്, 5 വർഷത്തേക്കും അതിന് മുകളിലുള്ള കാലഘട്ടത്തേക്കും കൊടുത്ത സ്ഥാപനങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നും അഡ്വാൻസ് ഒക്കെ വാങ്ങിയിരിക്കുന്നത് കൊണ്ടുള്ള നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും 1 വർഷം കഴിഞ്ഞ മാർച്ച് 31 കാലാവധി അവസാനിച്ച സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ അടുത്ത വർഷം കാലാവധി അവസാനിക്കാൻ പോകുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ വർഷം കാലാവധി അവസാനിച്ച കടമുറികളുടെയൊക്കെ കണക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവ വീണ്ടും ലേലം ചെയ്ത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചുള്ള അഡ്വാൻസും വാങ്ങിക്കൊണ്ട് കൊടുക്കാനാണ് ആലോചിക്കുന്നത്. അതിൻ്റെ നിയമ നടപടികളുമായി പോകും. മറ്റൊരു 2 വർഷത്തേക്ക് 3 വർഷത്തേക്ക് കൊടുത്തിരിക്കുന്ന അടുത്ത വർഷം, അതിൻ്റെ അടുത്ത വർഷമൊക്കെ കാലാവധി അവസാനിക്കുന്നവയ്ക്ക് നിയമപരമായ പരിശോധനയിലൂടെ ഏത് തരത്തിലാണ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ എന്തായാലും കോർപ്പറേഷൻ്റെ അസറ്റുകളിൽ നിന്നും പരമാവധി വരുമാനം കോർപ്പറേഷൻ ലഭിക്കുന്ന തരത്തിൽ ഉള്ള നടപടികളായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഈ ആര്യരാജനുള്ള സമയത്ത് തന്നെ ഈ പിൻവാതിൽ നിയമനം അല്ലെങ്കിൽ കത്ത്, ഇങ്ങനെ കുറച്ച് വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പിൻവാതിൽ നിയമനം നേടിയവരെ പുറത്താക്കി PSCക്ക് വിടുമോ എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. ഒരു രേഖ RS. പിൻവാതിൽ നിയമനം നേടിയവരെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ തന്നെ ചിലരുടെയൊക്കെ വളരെ നേരത്തെ നേടിയവരുടെയൊക്കെ ചിലരുടെയൊക്കെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ കാലാവധി കഴിയുന്നതൊക്കെ തന്നെ അനന്തമായി പുതുക്കി കൊടുക്കുക എന്നുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ തന്നെ മാർച്ച് 31 കാലാവധി കഴിഞ്ഞവർക്ക് 89 ദിവസം, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ കോഡ് ഓഫ് കോണ്ടാക്ട് വിഡ്രോ ചെയ്യുന്ന ആ സമയം വരെ മാത്രമാണ് ഏകദേശം നീട്ടിക്കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം വരുന്ന വേക്കൻസികളെ കുറിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ PSCക്ക് വിടുക, അതോടൊപ്പം തന്നെ അത്യാവശ്യം അതിന് കാലതാമസം വരുമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ചിലപ്പോൾ നിയമിക്കേണ്ടി വരും. കാര്യം ജോലി പെൻഡിങ് ആവാതിരിക്കാൻ വേണ്ടി. അങ്ങനെയാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ യോഗ്യത അടിസ്ഥാനത്തിൽ മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അത് 100% നിങ്ങൾക്ക് വിശ്വസിക്കാം. ബാബുരാജ് ശ്രീധരൻ ചോദിക്കുന്ന ഒരു ചോദ്യം, പാർവതി പുത്തനാറിനെ പഴയ പ്രതാപത്തിൽ കൊണ്ടുവന്ന് ബോട്ട് സർവീസ് ആരംഭിക്കുന്നു. അക്കാര്യങ്ങളിൽ ഇപ്പോൾ ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ഈ ആറുകളും തോടുകളും ഒക്കെ പൂർണ്ണമായും കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ളതല്ല. പാർവതി പുത്തനാർ, രാമേന്ദ്രൻ തുടക്കത്തിൽ തന്നെ മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഉടമസ്ഥതയുള്ളതാണ്. അതുപോലെ തന്നെ ചിലത് PWയുടെ ഉടമസ്ഥതയുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുവാൻ വേണ്ടി ഒന്നുകിൽ അവർക്ക് തീരുമാനിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഉൾപ്പെടെ സമ്മതത്തോടെ ഞങ്ങൾക്ക് തീരുമാനം സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി വരാൻ പോകുന്ന മഴക്കാലത്ത് ഈ ആറുകളും തോടുകളും കരകവിഞ്ഞൊഴുകി വെള്ളപ്പൊക്കം സിറ്റിയിൽ ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് താങ്കൾ നേരത്തെ പറഞ്ഞതുള്ള കാര്യങ്ങൾ ആലോചിക്കാം. അതുപോലെ തന്നെ ഈ ഹോട്ടലുകളും തിരുവനന്തപുരം ഹോട്ടലുകളും നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ പല ഉദ്യോഗസ്ഥന്മാരും പണം വാങ്ങി അവർ ജോലി ചെയ്യാൻ, മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതായത് അഴുക്ക ഭക്ഷണം, അങ്ങനെയൊക്കെയുള്ള വ്യാപകമായുള്ള പരാതികളുണ്ട്. ഞങ്ങൾ എന്തായാലും ഈ മെയ് മാസത്തിൽ തന്നെ ഹോട്ടൽ ഉടമകളുടെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അതിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പറയും. അതിനുശേഷം ശക്തമായ പരിശോധനകൾ ആരംഭിക്കും. അവർക്കൊരു ചോദ്യം, ഈ തെരുവ് നായ്ക്കളെ ഈ പുനരധിവസിക്കുന്നത് പോലെ ഈ തെരുവിൽ നിരവധി ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ ചില വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അശരണരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ കയ്യിൽ റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ച് അവിടെ താമസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർ താമസിപ്പിക്കാനുള്ള സ്ഥലം പലപ്പോഴും തയ്യാറില്ല.
അതുകൊണ്ടുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് നന്നായിരിക്കും എന്നുള്ള ആലോചനയുണ്ട്. നടപ്പാതകൾ കയ്യേറ്റങ്ങൾ എന്തുകൊണ്ട് ഒഴിപ്പിക്കുന്നില്ല? ആളുകൾ തിരക്ക് റോഡിൽ നടക്കേണ്ട അവസ്ഥയാണ്. തിരുവനന്തപുരം സിറ്റി അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തുന്നത്. അതിൽ നിങ്ങൾ കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരില്ല, അടിയന്തരമായിട്ടുള്ള തീരുമാനം ഉണ്ടാവും, യാതൊരു സംശയമില്ല. തിരുവിതാംകൂറിന്റെ പഴയ ഭംഗിയും എല്ലാ പ്രതാപവും അങ്ങ് തിരിച്ചു കൊണ്ടുവരുമോ? അതിനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ കാര്യമായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എക്സ് മേയർ കാരണം ജോലി പോയ KSRTC ഡ്രൈവറിന് ജോലി കൊടുക്കുമോ? ജോലി ആർക്കെങ്കിലും കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു ഒറ്റവാക്ക് ഉത്തരം പറയാൻ സാധിക്കും. കാരണം വേക്കൻസി വരുന്നതനുസരിച്ച് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് ഇൻ്റർവ്യൂ നടക്കുമ്പോഴേക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടാൻ അർഹതയുള്ള എല്ലാവർക്കും ജോലി കിട്ടും. ഇപ്പോൾ നിലവിൽ ജോലിക്ക് ഉള്ള വേക്കൻസി ഞങ്ങൾ വേക്കൻസി വിളിച്ചിരിക്കുകയോ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് ലെറ്റർ അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ശിവൻകുട്ടി മന്ത്രിയോട് പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട് പരസ്യ സംവാദം നടത്താൻ ആഗ്രഹിക്കുന്നു. പിൻവാതിൽ വഴി നിയമനം നടത്തിയ ജീവനക്കാരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ റെഡിയാണോ? അങ്ങനെയുള്ള ലിസ്റ്റുകളൊക്കെ തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തന്നെ ആ ലിസ്റ്റുകളൊക്കെ തന്നെ ഞങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. ആ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. വീടുകളിൽ നിന്നും ഈ നാപ്കിൻ, പാമ്പേഴ്സ് ഇവ മാറ്റാനുള്ളൊരു ഇതും കൂടെ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അതെ, സാനിറ്ററി നാപ്കിനൊക്കെ തന്നെ ഡിസ്പോസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉടൻ തന്നെ കൂടുതൽ താമസിയാതെ തന്നെ വരും. അതുപോലെ തൃക്കണ്ണാപുരം MLA റോഡിൽ റോസ് ഗാർഡൻസ് എന്ന് പറഞ്ഞ രണ്ട് വീടുകളിൽ വെള്ളം ലഭിക്കുന്നില്ല. ഒരുപാട് പരാതിപ്പെട്ടെങ്കിലും ആ 2 വീടുകളിൽ മാത്രം വെള്ളം ലഭിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. മേയറിന്റെ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു സഹായം? 2 വീടുകളിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ട് ആ 2 വീടിന്റെയും കണക്ഷൻ ഒരുപക്ഷെ ഫോഴ്സ് കുറവായതുകൊണ്ട് കയറാത്തായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടാകാം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായി 2 വീടിന് മാത്രമാണെങ്കിൽ. ഒരു ലൈൻ മുഴുവനായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്കറിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. ഇതിപ്പോൾ അവിടുത്തെ കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ അവിടുത്തെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല. കാര്യം ഫോഴ്സ് വെള്ളം കൂടുതൽ വരുമ്പോഴേ പറ്റുള്ളൂ. അല്ല ലീക്കേജ് പ്രോബ്ലം എന്തെങ്കിലാണെങ്കിൽ അവർ കറക്റ്റ് ചെയ്ത് തരും. കുടിവെള്ളം എത്തിക്കണതിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ബ്ലൂ പ്രിന്റ് വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞൊരു സന്തോഷ് എന്ന് പറഞ്ഞൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് കുടിവെള്ളം എത്തിക്കുന്നതിന് നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി, കോർപ്പറേഷൻ ടാങ്കറുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ആ ടാങ്കറുകളിൽ എവിടെയാണോ വെള്ളമില്ലാതെന്ന് കോൾ വരുന്നത്, കൗൺസിലർമാർക്ക് കോൾ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ കോർപ്പറേഷനിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു വാർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ 24 മണിക്കൂർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്ക് കോൾ വരുന്നതനുസരിച്ച് സൗജന്യമായി ടാങ്കറിൽ ഞങ്ങൾ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഫ്ലാറ്റുകളിലേക്കോ അതോടൊപ്പം തന്നെ സൈക്കിളോ സ്കൂട്ടറൊക്കെ മാത്രം പോകുന്ന ഇട റോഡുകളിലേക്കോ വെള്ളം എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. അത് വാട്ടർ അതോറിറ്റിയിലൂടെ ആ പൈപ്പൊക്കെ ിലൂടെ വെള്ളം വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിലൊരു മഞ്ജു സുബ്രഹ്മണ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോകുമോ? അത്തരത്തിൽ ഒരു പ്ലാനും ഇല്ല. ഒരു 5 വർഷം വളരെ മനോഹരമായി ഭരിച്ച് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയെ ഇന്ത്യയിലെ 1ാമത്തെ പട്ടണമാക്കി മാറ്റണമെന്നുള്ളതാണ്. അതിലൂടെ ഏറ്റവും കുറഞ്ഞ ഒരു 50 വർഷത്തെ ഭരണമെങ്കിലും ജനങ്ങൾ BJPക്ക് നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ്.